ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് ആറന്മുള. മുക്കുഞ്ചിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതായത് നമ്മുടെ തോട്ടിൽ നിന്ന് ഒരുപാട് കയറി പോയി അങ്ങ് മേടിച്ചില്ലാത്ത ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ലൂർ അടിക്കാനായിട്ടാണ് കേട്ടോ. വീട്ടിൽ മീനൊന്നുമില്ല, അപ്പം വീട്ടിലേക്ക് മീൻ തിന്നാനുള്ള പരിപാടിക്ക് വേണ്ടി പോവാണ്. നേരെ നമുക്കൊരു കാര്യം ചെയ്യാം, പോയിട്ട് മീനെ കിട്ടുമോ നോക്കാം. ലൂർ അടിച്ചാണ് മീനെ പിടിക്കാൻ പോകുന്നത്. നമ്മളപ്പോൾ 2-3 ഫ്രോഗ് എടുത്തിട്ടുണ്ട്. ആകെ കുറച്ച് ഫ്രോഗേ ഉള്ളൂ, കാരണം ഇട്ടുള്ള 3 ഫ്രോഗും അതിനകത്ത് കിടക്കുന്ന ഒരു ലൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മഴ ചാടി തുടങ്ങി, നമ്മുടെ പരിപാടി നേരെ അങ്ങോട്ട് പോവാണ്. മഴയത്തെ ഒരു ഫിഷിങ് പോവാം. അപ്പം നമ്മുടെ ആദർശ് ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ആദർശാണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ആദർശിനെ നമ്മൾ വെള്ളം പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട് കേട്ടോ. ആ സ്വർഗലോകം ആദർശിനെ ഒന്ന് കാണിക്കാൻ പോവാം. ഇപ്പോൾ കയറുമ്പോൾ കണ്ടോണം തീരാണ്. ഇതിൽ അത് വഴിയൊന്നും അറിയത്തില്ലല്ലോ, വഴിയൊക്കെ മാറുന്നു പോയി, മൊത്തം മരമാണല്ലോ. അവിടെ മരമാണ്. അകത്ത് കയറാൻ പറ്റുമില്ലെന്ന് നമുക്ക് അറിയത്തില്ല. എങ്ങനെ അവസ്ഥയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. കയറാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കാൻ നമുക്ക് ഇനി അടിച്ച് തകർക്കാം. ഗുഹ, മരങ്ങൾക്കിടയിലെ ഗുഹ. ഞാൻ ഇവിടുത്തെ ജെർമി വേടാ, ഞാനിങ്ങനെ വള്ളത്തെ ഇതുപോലുള്ള സ്പോട്ടുകളിൽ പോകും. ഇത് സീനായി ഇവിടെ, സീനാ കണ്ടോ. അയ്യോ, ഞാനതന്നെ നീ തിരികെ കാണിക്കാതില്ല. തിരിച്ചു കഴിഞ്ഞ സീന ഇനി അത് തിരിഞ്ഞു നോക്കിയേ. ഇത് കണ്ടോ ഗൈസ്, മുടക്കാം. ഇത് കണ്ടോ നിങ്ങൾ? എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. ഇതൊന്നും ആർക്കും അങ്ങനെ അറിയത്തില്ല. നമ്മുടെ കയ്യിലായി ഇവിടെ മൊത്തം. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നു ആരെങ്കിലും വരുന്ന പോലെ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പോരുക. നേരെ പോകാൻ അറിയാം. ഈ ടൈമിൽ വരണം കേട്ടോ. ഈ ടൈമിലാണ് എക്സ്പ്ലോറിങ് ചെയ്യാൻ പറ്റിയ ടൈം. അതുപോലെ നമ്മള് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിടാം. നോക്ക് കഴിച്ചു. അയ്യോ ഗൈസ്, നനഞ്ഞു മൊത്തം. ഓനെ
നമ്മള് ജസ്റ്റ് നോക്കാനായിട്ട് വന്നത്. നമുക്കിനി മെയിൻ സ്പോട്ടിലോട്ട് പോകാൻ ടാസ്ക് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സ്വർഗ്ഗലോകത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, മൊത്തം മരവും പിന്നെ കാടും കയറി കിടക്കും. അതുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്ത വരവിന് നോക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി പോവാം. നമ്മളിപ്പോ കേറി വന്ന വഴി കണ്ടോ നിങ്ങള്? ഇത് കണ്ടോ എന്തോ എന്താ ഗൈസ് നമ്മളാണ്. പിന്നെ നിങ്ങൾ വന്ന വഴിയെന്ന് നമ്മൾ വന്ന വഴിയെന്ന് കാണും നിങ്ങൾ ആദ്യം. ചെറിയ വെള്ളം ആയതുകൊണ്ട് ഇതിലെ വേണമെങ്കിലും നോക്ക് ഗൈസ്. നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ വന്ന വഴിയാണ്. നീ ഒന്ന് മാറി ഗൈസ് നോക്കിയേ ഗൈസ്. വന്ന വഴി കണ്ടോ? വഴിയില്ല, ഞങ്ങൾ പിന്നെ വഴി ഉണ്ടാക്കി ഗൈസ്. കുറച്ച് വെള്ളമുള്ളതാണ്, കുഞ്ഞു വെള്ളമായാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു. നമ്മൾ ഒരു ഫിഷിങ് തന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വള്ളം കൊണ്ട് ചെല്ലാനായിട്ടൊരു രക്ഷയില്ല. കാരണം മൊത്തം വലിയ ചപ്പ് കയറി കിടക്കും. വള്ളം ഇട്ടിട്ട് ഞങ്ങൾ നടന്നു നോക്കിയില്ല. ഇതിലൊരു തോടുണ്ട്, പക്ഷേ ഈ തോട്ടിൽ കൂടെ വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. ടാസ്കിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങിയാലേ നമുക്ക് ഫിഷിങ് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ എല്ലാം ഭയങ്കര വലയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇട്ടിട്ടുള്ളത് നമ്മൾ പുഞ്ചയിലോട്ട് കയറാനായിട്ടായിരുന്നു. അപ്പം ടാസ്ക്കാണ്. നമുക്ക് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. ഇത് കണ്ടോ, സീ മഴയാണ് കേട്ടോ. സീ മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീ മഴ. ഒരു ആവേശത്തിന്റെ പുറത്താണ് ഞാനാണ് ഒരു ഹാഫ് കൈ ടീഷർട്ട് എടുത്തിട്ടേക്കുന്നത്. തണുക്കുന്നു. നല്ല മഴയാണ് കേട്ടോ. ഇവിടെ എല്ലാം നല്ല മഴയാ, ഡെയിലി മഴയാ. ഇനി നമുക്ക് സത്രത്തിലും കൂടെ പോയി അവിടുത്തെ വിശേഷവും കാഴ്ചകളൊക്കെ കാണാം. ഇഷ്ടംപോലെ ആളുകൾ വെള്ളം കാണാനായിട്ടൊക്കെ വരും കേട്ടോ. സീ മഴ സീയും കാറ്റും. അയ്യോ വെട്ട് ഞങ്ങൾ ഇരിക്കുക.